അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാഥോഡ് റേ ഓസിലോസ്കോപ്പ് CRO. നമുക്കറിയാം നമ്മൾ CRO നമ്മൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഒരു മൾട്ടി പർപ്പസ് ഡിസ്പ്ലേ ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട ഒരു വേവ് ഫോമിന്റെ ആംപ്ലിറ്റ്യൂഡിനെ y ആക്സിസിലൂടെയും ടൈമിനെ x ആക്സിസിലൂടെയും പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് വേവ് ഫോമിനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെ ഒബ്സർവ് ചെയ്യാം, മെഷർ ചെയ്യാം, അനലൈസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ആക്സസിലൂടെ പ്ലോട്ട് ചെയ്യുന്നത് കാരണം ഇതിനെ ഫാസ്റ്റ് XY പ്ലോട്ടർ എന്ന് നമ്മൾ ജനറലി മെൻഷൻ ചെയ്യും. ഓക്കെ, ഇറ്റ് ക്യാൻ മെഷർ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസീസ് ആൻഡ് ഫേസ് ഷിഫ്റ്റ് ഓഫ് വേരിയസ് സിഗ്നൽസ്. ഓക്കെ, ഇനി ഡയറക്റ്റ് ഇലക്ട്രിക് സിഗ്നൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ട്രാൻസ്ഡ്യൂസേഴ്സ് ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കിയതിനു ശേഷം CROയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, the central unit of oscilloscope is the cathode ray tube CRT, and the remaining part of the CRO consists of circuitry required to operate the CRT. Okay, CRT ആണ് ഇതിന്റെ മെയിൻ കമ്പോണന്റ്. CRTനെ നമ്മൾ ഹാർട്ട് ഓഫ് CRO എന്നാണ് പറയുന്നത്. പിന്നെ ഈ CRTനെ ഓപ്പറേറ്റ് ചെയ്യിക്കാനുള്ള ബ്ലോക്കുകളാണ് ഇതിന് ബാക്കിയുള്ള കമ്പോണൻസ്. ഓക്കെ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് CRO. A CRO works by using a high-speed electron beam that is deflected by an electric or magnetic field to produce a visual display of an electrical signal. നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ട സിഗ്നലിനെ നമ്മൾ എങ്ങനെയാണ് ആ CROയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഒരു ഹൈ സ്പീഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ബീമിനെ ഈ CRT പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇലക്ട്രോൺ ബീമിനെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സഹായത്തോടു കൂടി ഇതിനെ ഡിഫ്ലക്ട് ചെയ്യിക്കുന്നു. ഓക്കെ, അങ്ങനെ ഡിഫ്ലക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ CROയിൽ 2 ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ് ആണ് ഉള്ളത്. 2 ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സിലേക്കും ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ സിഗ്നലിനെ ഡിഫ്ലക്ട് ചെയ്യിക്കുന്നത്. ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്ത് വരുന്ന ഇലക്ട്രോൺ ബീം ഇതിന്റെ സ്ക്രീനിൽ, ഈ CRTയുടെ സ്ക്രീനിൽ ഹിറ്റ് ചെയ്യാണ് ഇലക്ട്രോൺ ബീം. അപ്പൊ ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതിനെ ലൈറ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ക്രീനിനെ ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ വെച്ചിട്ട് കോട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഓരോ ഇലക്ട്രോൺ ബീംസും വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ സ്ക്രീനിൽ ഹിറ്റ് ചെയ്ത് ഒരു ബ്രൈറ്റ് സ്പോട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്. അങ്ങനെ ഈ ബീമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോട്ടുകൾ ഈ സ്ക്രീനിൽ പല പൊസിഷനിലായിട്ടായിരിക്കും വന്ന് വീഴുന്നത്. അപ്പൊ ഈ പൊസിഷനെ നമ്മൾ മെഷർ ചെയ്തിട്ടാണ് അതിനെ ഒരു വേവ് ഫോമിന്റെ മാഗ്നിറ്റ്യൂഡോ ഫ്രീക്വൻസിയോ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് CRO. CROന്റെ മെയിൻ പാർട്ടാണെന്ന് ഞാൻ പറഞ്ഞു CRT. ഈ ട്യൂബ് പോലെ ഇരിക്കുന്ന ഫിഗർ ആണ് എന്ത്? CRT. അതിനെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് ബാക്കിയുള്ള കമ്പോണൻസ് എല്ലാം. വെർട്ടിക്കൽ ആംപ്ലിഫയർ, ഡിലേ ലൈൻ, ട്രിഗർ സർക്യൂട്ട്, ടൈം ബേസ് ജനറേറ്റർ, ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ, കൂടാതെ പവർ സപ്ലൈ. ഓക്കെ, CRTയുടെ ഫംഗ്ഷനിങ് നമുക്ക് ആദ്യം എന്താന്ന് പഠിക്കാം. CRT ഒരു വാക്വം ട്യൂബാണ്. ഈ വാക്വം ട്യൂബ് എന്താ ചെയ്യുന്നത്? ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒരു വിഷ്വൽ സിഗ്നലായിട്ട് അല്ലെങ്കിൽ ലൈറ്റ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് ഈ ഫിഗർ നോക്കിയാൽ മതി. ഫസ്റ്റ് വൺ ഇതിനകത്ത് വരുന്നത് എന്താ? ഇലക്ട്രോൺ ഗൺ ഉണ്ട്. ദെൻ വെർട്ടിക്കൽ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഇലക്ട്രോഡ്, അല്ലെ? അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു ഇലക്ട്രോൺ ഗണ്ണും ഈ 2 ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും ആണ് മേജർ പാർട്ടായിട്ട് വരുന്നത്. ഓക്കെ, ഇതിന് ഈ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഇതിനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി
ഈ ഫസ്റ്റ് പാർട്ട് എന്താ? ഇലക്ട്രോൺ ഗൺ. ഈ ഇലക്ട്രോൺ ഗൺ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് റേ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബീം പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്ത ബീമിനെ ആദ്യം ഒരു വെർട്ടിക്കൽ ഇലക്ട്രോഡ് വഴി പാസ് ചെയ്യിക്കുകയാണ്. അതായത് ഒരു വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് വഴി പാസ് ചെയ്യിക്കുകയാണ്. അപ്പൊ ഈ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഈ റേയിനെ അപ്പ് ആൻഡ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇതിനെ ഒരു ഹൊറിസോണ്ടൽ ഇലക്ട്രോഡിലൂടെ പാസ് ചെയ്യിക്കുകയാണ്. അപ്പം ഈ ഹൊറിസോണ്ടൽ ഇലക്ട്രോഡ് എന്ത് ചെയ്യും? ഈ റേനെ ലെഫ്റ്റ് ടു റൈറ്റ് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഒരു ഇലക്ട്രോൺ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ പ്ലേറ്റ്സിൽ വരുമ്പോഴേക്കും അപ്പ് ആൻഡ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ പ്ലേറ്റ്സിൽ വരുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഈ കണ്ടിന്യൂസ് ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയാണ് അല്ലെ? എന്തിന്? ഇലക്ട്രോണിന് ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയാണ്. അതായത് ഇത് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നതാണ്? ആക്സിലറേറ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഇലക്ട്രോൺ ബീമിനെ ഫൈനലി എന്ത് ചെയ്യും? ഈ മോണിറ്ററിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കൊണ്ടുവന്ന് ഹിറ്റ് ചെയ്യിക്കുകയാണ്. സ്ക്രീൻ ഈസ് കോട്ടഡ് വിത്ത് എ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ അല്ലെ, ടു പ്രൊഡ്യൂസ് ബ്രൈറ്റ് സ്പോട്ട്. ഓക്കെ, അപ്പം ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഫോസ്ഫറസ് ആണ് ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ പറയാണ്. ഇലക്ട്രോൺ ഗൺ ഈ ഫിഗറിൽ നോക്കുക. ഇലക്ട്രോൺ ഗൺ എന്നുള്ള ഒരു പോർഷനിൽ ട്രയോഡ് സെക്ഷനും ഉണ്ട്, ഫോക്കസിംഗ് സെക്ഷനും ഉണ്ട്. ഓക്കെ, ദെൻ ഡിഫ്ലക്ഷൻ സെക്ഷൻ, പിന്നെ പോസ്റ്റ് ഡിഫ്ലക്ഷൻ ആക്സിലറേഷൻ, അക്വാഡാഗ്, സ്ക്രീൻ. ഓക്കെ, അപ്പം ഇതില് ഇലക്ട്രോൺ ഗൺ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ആ ഇലക്ട്രോൺ ഗൺ എന്താ ചെയ്യുന്നത്? ദേ എമിറ്റ് ഇലക്ട്രോൺസ് ആൻഡ് ട്രാൻസ്ഫോംഡ് ഇൻ ടു റേ അല്ലെ. അപ്പൊ ഈ ഇലക്ട്രോൺ ഗണ്ണിനകത്ത് ഒരു ഫിലമെന്റ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, ഗ്രിഡ് ഉണ്ട്. ഇവര് ഓരോന്നും ഓരോ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെന്താന്ന് പറയാം. ആ ഒരു സെക്ഷനെ നമ്മൾ ട്രയോഡ് സെക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം ഈ കാഥോഡ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്ലേറ്റ് ആയിരിക്കും അല്ലെ. അത് നിക്കൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിക്കൽ ഒരു സിലിണ്ടർ ഷേപ്പിലാണുള്ളത്. ഒരു ഓക്സൈഡഡ് കോട്ടിംഗ് ഉണ്ട്. അതിന് ഈ ഫിലമെന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കാഥോഡിനെ ഹീറ്റ് ചെയ്യുന്നു. ഒരു ഫിലമെന്റിനെ യൂസ് ചെയ്ത് നമ്മൾ കാഥോഡിനെ ഹീറ്റ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോൺസിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാഥോഡിന്റെ അറ്റം ഒരു കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. അത് സ്ട്രോങ്ഷ്യം അല്ലെങ്കിൽ ബേരിയം എന്നിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. ഇതിന്റെ സ്പീഡ്, എമിഷന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ കാഥോഡിൽ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഗ്രിഡിലേക്ക് നീങ്ങുന്നു. അപ്പൊ ഗ്രിഡ് ഒരു നിക്കൽ കപ്പാണ്. ഓക്കെ, ഒരു സിലിണ്ടർ ഷേപ്പുള്ള ഒരു നിക്കൽ കപ്പാണ് വിത്ത് എ ഹോൾ ഇൻ സെന്റർ. ഓക്കെ, ഈ കാഥോഡിനെ എൻക്ലോസ് ചെയ്തിട്ടാണ് ഒരു കവചം അല്ലെങ്കിൽ ഒരു എൻക്ലോഷർ ആയിട്ടാണ് ഗ്രിഡ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഗ്രിഡിലേക്ക് എന്ത് ചെയ്യുന്നു? ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഗ്രിഡും കാഥോഡും തമ്മിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യലാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ കൺട്രോൾ ചെയ്യുന്നത്. കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുമ്പോൾ അത്രയും ആ സ്പോട്ടിന് ബ്രൈറ്റ്നെസ് ഉണ്ടാവും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കുറവാണെങ്കിൽ ആ സ്പോട്ട് ഡിം ആയിരിക്കും. അപ്പം ഈ പറയുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ട്രേറ്റ്സിന്റെ ബ്രൈറ്റ്നെസ് ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഗ്രിഡ് പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, അതായത് ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഗ്രിഡ് കാഥോഡ് പൊട്ടൻഷ്യൽ ആണ് ബ്രൈറ്റ്നെസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫോക്കസിംഗ് സെക്ഷൻ. ഫോക്കസിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് ആ ഫിഗറിൽ നമ്മൾ കണ്ടു A1, A2, A3 അങ്ങനെ 3 ഫോക്കസിംഗ് ഇലക്ട്രോഡ്സ് ആണ് ഉള്ളത്. ഇത് ആനോഡാണുള്ളത്. ആനോഡാണ് നമുക്ക് അവിടെ എന്താണ് ഫോക്കസിംഗ് ഇലക്ട്രോഡ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം കാഥോഡിൽ നിന്ന് വരുന്നത് ഇലക്ട്രോൺസ് ആണ് അല്ലെ. ഒരു ഹൈലി നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു കാഥോഡിൽ നിന്ന് വരുന്നത് ഇലക്ട്രോൺസ് ആണ്. ഈ ഇലക്ട്രോൺസ് ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള ഈ ആനോഡിനെ അട്രാക്ട് ചെയ്ത് ആക്സിലറേറ്റ് ചെയ്ത് വരും അല്ലെ.
ഒരു അട്രാക്ഷൻ കാണും. അപ്പോൾ അവിടുന്ന് അട്രാക്ട് ചെയ്ത് ഒരു ആക്സിലറേഷൻ ഉണ്ടാവുന്നു. ഈ ആക്സിലറേഷനോട് കൂടി ഈ ഗ്രിഡിൽ കൂടി പാസ് ചെയ്ത് എന്താണ് ഈ ആനോഡിലൂടെ വരികയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഈ 3 ആനോഡ്സും സെന്ററിൽ ഒരു ഹോൾ ഉണ്ടാവും. ഈ ഹോളിൽ കൂടി എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യും. ഇലക്ട്രോൺസ് ഫോക്കസ് ചെയ്ത് പാസ് ചെയ്യും. അപ്പം ഇങ്ങനെ ഫോക്കസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആനോഡിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഇലക്ട്രോൺ ലെൻസ് എന്നും ഇതിനെ പറയാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ ലെൻസ് ഈ സ്ക്രീനിലേക്ക് ഈ ഇലക്ട്രോൺസിനെ ഫോക്കസ് ചെയ്ത് ഒരു ഫൈൻ സ്പോട്ടായിട്ട് ഭയങ്കര പോയിന്റഡ് ആയിട്ടുള്ള നമുക്ക് പൊസിഷൻ മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ പൊസിഷൻ മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോയിന്റിലേക്ക് ഇത് ഫോക്കസ് ചെയ്യിക്കും. ഓക്കെ, അപ്പൊ ഓർക്കുക, ഫിലമെന്റ് ഹീറ്റ് ചെയ്ത് കാഥോഡ് വഴി ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺസിനെ ഗ്രിഡ് എന്ത് ചെയ്യുന്നു? റേ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്യുന്നതിനെ ഒരു സ്പോട്ടിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസിങ് സെക്ഷൻ 3 ആനോഡ്സ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിഫ്ലക്ഷൻ. ഈ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ വരുന്ന ബീമിനെ നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് നമുക്ക് മെഷർ ചെയ്യാനുള്ള വോൾട്ടേജ് അനുസരിച്ച് ഡിഫ്ലക്ട് ചെയ്യിപ്പിക്കണം. അതെ, അപ്പൊ ആദ്യം ഡിഫ്ലക്ട് ചെയ്യിക്കാൻ അവിടെ വെർട്ടിക്കൽ പ്ലേറ്റ്സ് ആണുള്ളത്. ഈ വെർട്ടിക്കൽ പ്ലേറ്റ്സിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ്? നമുക്ക് മെഷർ ചെയ്യാനുള്ള ഇൻപുട്ട് സിഗ്നൽ ആണ് നമ്മൾ കൊടുക്കുന്നത്, വെർട്ടിക്കൽ പ്ലേറ്റ്സിലോട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻപുട്ട് വോൾട്ടേജിന്റെ വേരിയേഷൻ അനുസരിച്ച് നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഈ പ്ലേറ്റുകളിൽ കൊടുക്കുന്ന ഒരു വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജ് അനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺസിന് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഇപ്പൊ 2 പ്ലേറ്റ് P1 P2 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ P1 ഇപ്പൊ നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു P2 ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺസ് P1 അട്രാക്ട് ആവുന്നത്. അതേപോലെ തന്നെ ഇപ്പം തിരിച്ച് P2 പോസിറ്റീവും P1 കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺസ് P2 അട്രാക്ട് ആവുക. അപ്പൊ ഒന്ന് ആലോചിക്കുക, വെർട്ടിക്കൽ പ്ലേറ്റ്സിൽ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ അട്രാക്ഷൻ നടക്കുക. അപ്പം എന്ത് സംഭവിക്കുന്നു? Y ആക്സിസിനകത്ത് നമുക്ക് ഈ വോൾട്ടേജിന് എന്ത് ചേഞ്ച് വരുന്നു നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് അതൊരു ഹൊറിസോണ്ടൽ എന്താണ് പ്ലേറ്റ്സിലോട്ട് പോവാണ്. അപ്പൊ ഹൊറിസോണ്ടൽ ബീമിൽ പ്ലേറ്റ്സിൽ എന്താ സംഭവിക്കുന്നത്? ഇതിനെ ലെഫ്റ്റ് ടു റൈറ്റ് ടൈം അഡ്ജസ്റ്റ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. അതായത് ആ വോൾട്ടേജിന് ചേഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കുന്നതിനനുസരിച്ച്, ഇൻപുട്ട് സിഗ്നലിന് ചേഞ്ച് വരുന്നതിനനുസരിച്ച് ഒരു പീരിയോഡിക്കൽ ടൈമിംഗ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം to deflect the beam horizontally, an alternate voltage is applied to the horizontal deflecting plates and the spot on the screen horizontally. അപ്പം ലെഫ്റ്റ് ടു റൈറ്റ് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എക്സ് ആക്സിസിലാണ് ഈ ഡിഫ്ലക്ഷന്റെ ഫോക്കസ് കാണിക്കുന്നത്. അപ്പൊ പൊളാരിറ്റി മാറുന്ന അനുസരിച്ച് എക്സ് ആക്സിസിന്റെ പൊസിഷനും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഓർക്കുക, വെർട്ടിക്കൽ പ്ലേറ്റ്സ് Y ആക്സിസിലെ പൊസിഷനെ ഡിഫൈൻ ചെയ്യുന്നു, ഹൊറിസോണ്ടൽ പ്ലേറ്റ്സ് എക്സ് ആക്സിസിലെ പൊസിഷനെ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ഇനി സപ്പോസ് ഈ നമ്മുടെ പ്ലേറ്റ്സുകളെല്ലാം ഗ്രൗണ്ടഡ് ആണെന്ന് ഇരിക്കട്ടെ, നമ്മൾ പൊട്ടൻഷ്യൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇത് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീം ഓഫ് ഇലക്ട്രോൺസ് നേരെ ചെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് സെന്ററിലായിരിക്കും, സ്ക്രീനിന്റെ സെന്ററിലായിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നത്. നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്ന അനുസരിച്ചാണ് ഇലക്ട്രോൺ ബീം പോസിറ്റീവ് പ്ലേറ്റുകളിലേക്ക് അട്രാക്ട് ചെയ്യുകയും നെഗറ്റീവ് പ്ലേറ്റിൽ നിന്ന് റിപ്പൽ ചെയ്യുകയും ചെയ്ത് ആക്സിലറേറ്റ് ചെയ്ത് ഒരു പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്ക്രീനിൽ. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു ടേം ഡിഫൈൻ ചെയ്യാൻ പറ്റും, ട്യൂബ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു. അതായത് 2 തരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഒന്ന് ഡിഫ്ലക്ഷൻ ഫാക്ടറും 2 ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി.
The voltage required to produce one division of deflection at the screen is referred as deflection factor. ഒരു ഡിവിഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെന്റിമീറ്റർ എന്ന് വിചാരിക്കും, ഒരു സെന്റിമീറ്റർ ഡിഫ്ലക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള വോൾട്ടേജ് റിക്വയർമെന്റ് ആണ് എന്ത്, ഡിഫ്ലക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ദ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ 1 വോൾട്ട്. 1 വോൾട്ട് കൊടുക്കുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ആവുന്ന ഡിഫ്ലക്ഷനെയാണ് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ രണ്ട് ടേംസും CRTയുടെ സെൻസിറ്റിവിറ്റീനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളുടെ ഒരു വേവ് ഫോം ഡിസ്പ്ലേ ആണ്. അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു സിഗ്നൽ ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, സെന്ററിൽ വന്ന് സ്പോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാണ്, വെൻ എ സൈൻ വേവ് അല്ലെങ്കിൽ സിനുസോയിഡൽ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദി വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ് ആൻഡ് നോ ഇൻപുട്ട് ഈസ് അപ്ലൈഡ് ടു ദി ഹൊറിസോണ്ടൽ പ്ലേറ്റ്സ്. വെർട്ടിക്കലി വേരിയേഷൻ നടക്കുന്നുണ്ട്, ഹൊറിസോണ്ടലി ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ എന്ത് സംഭവിക്കും ഇലക്ട്രോണിന്? വെർട്ടിക്കലി അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ലെഫ്റ്റ് റൈറ്റ് മൂവ്മെന്റ് ഉണ്ടാവൂ? ഇല്ല, അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കും? ദ സ്പോട്ട് ഓൺ ദ ട്യൂബ് ഫേസസ് മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ കണ്ടിന്യൂസ്ലി ട്രേസിംഗ് എ വെർട്ടിക്കൽ ലൈൻ ഇൻ ദ മിഡിൽ ഓഫ് ദ സ്ക്രീൻ. ഇതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി if a continuously increasing ramp voltage is also applied to the horizontal deflecting plates. Horizontal plates ഒരു റാമ്പ് വോൾട്ടേജ് കൊടുത്തു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ സ്പോട്ട് എന്ത് ചെയ്യും? ഹൊറിസോണ്ടലിയും മൂവ് ചെയ്യാൻ ആരംഭിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഈ CRTയുടെ സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട് ഫേസ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂറസെന്റ് സ്ക്രീൻ ആണ്. അവിടെ ഫോസ്ഫറസ് ക്രിസ്റ്റൽ ആണ് ഉപയോഗിക്കുന്നത്. ഇത് എന്തിനാണ്? ഈ സ്ക്രീനിന്റെ ഇൻസൈഡിൽ ഈ ഫോസ്ഫറസ് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണ്? ഈ വന്ന് ഹിറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫോസ്ഫറസ് ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫോസ്ഫർ ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഗ്ലാസ് എൻവലപ്പ്. ഈ സ്ക്രീനിനും കവറേജ് ആയിട്ട് ഒരു ഗ്ലാസ് എൻവലപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഗ്ലാസ് എൻവലപ്പ് അതിന്റെ അകത്ത് ഒരു അക്വാഡാക് കോട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഗ്ലാസ് എൻവലപ്പ് നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, തിക്കായിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഗ്ലാസ് എൻവലപ്പ്. ഈ ഗ്ലാസ് ഒരു കോണിക്കൽ കൈൻഡ് ഓഫ് സ്ട്രക്ചർ, അതില് അക്വാഡാഗ് കോട്ടിംഗ് എന്ന് പറഞ്ഞൊരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ അക്വാഡാഗ് കോട്ടിംഗ് എന്ന് പറയുന്നത് അക്വസ് സൊല്യൂഷൻ ഓഫ് ഗ്രഫൈറ്റ് ആണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഈ സർഫസിനെ, ഓക്കെ, ഈ സ്ക്രീനിന് നിയർ ആയിട്ടുള്ള സർഫസിന് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തുകൊണ്ടിരിക്കുക, മെയിൻറ്റെയിൻ ചെയ്യാം, കൊടുത്തോണ്ടിരിക്കുന്നതല്ല മെയിൻറ്റെയിൻ ചെയ്യാം. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇലക്ട്രോൺ ബീം ഇങ്ങനെ ഇതിന്റെ അകത്ത് കൂടി ഇങ്ങനെ പാസ് ചെയ്ത് വരുന്ന സമയത്ത് പുറത്തുനിന്ന് വേറൊരു ഫീൽഡ് ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇതിന് ചുറ്റുമുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ടുള്ള വേറെ ഫീൽഡുകളൊന്നും ഇതിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. കറക്റ്റ് ഇൻപുട്ടിനനുസരിച്ചുള്ള പൊസിഷനിൽ പോയി ഇത് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, സെക്കൻഡ് പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺസ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ബോംബാർഡ് ചെയ്യാണ്, അല്ലെ? ബോംബാർഡ് ചെയ്യുന്ന സമയത്ത് ഒരു സെക്കൻഡറി എമിഷൻ ഇലക്ട്രോൺസ് ഫോം ചെയ്യാറുണ്ട്. ഇങ്ങനെ ഫോം ചെയ്യുന്ന സെക്കൻഡറി എമിഷൻ ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് പർപ്പസ്. ഓക്കെ, അതായത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുക, വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസും ഇതിനുണ്ടാവാൻ പാടില്ല. ഇനി സെക്കൻഡറി എമിഷൻ ആയിട്ടുള്ള ഇലക്ട്രോൺസിനെയും ഇത് കളക്ട് ചെയ്ത് ഇതിനെ യൂസേജ് ആക്കി മാറ്റാൻ പറ്റണം. ഓക്കെ, അതായത് ഒരു കളക്ട് ചെയ്തൊരു റിട്ടേൺ പാത്ത് കൊടുക്കണം.
ഓക്കെ, അതാണ് ഈ അക്വാ ഡാഗ് കോട്ടിങ്ങിന്റെ ഫങ്ഷൻ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ട ഓരോ കമ്പോണൻസ്, നമ്മൾ ആദ്യം കണ്ടൊരു വെർട്ടിക്കൽ ആംപ്ലിഫയർ. ഓക്കെ, അതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് സിഗ്നലിനെ, ഇത് വീക്ക് ആണെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്ത് ഒരു മെഷറബിൾ ഡിഫ്ലക്ഷൻ പറ്റുന്ന രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിന് രീതിയിൽ ഇതിനെ ആംപ്ലിഫൈ ചെയ്തെടുക്കുക. അപ്പം ഈ ആംപ്ലിഫയർ ആണ് ഈ CROന്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന പാരാമീറ്റർ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് എത്ര വീക്ക് സിഗ്നൽ വന്നാലും ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം, സ്ക്രീനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ ആംപ്ലിഫയർ എത്രത്തോളം നന്നാവോ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു CRO ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അടുത്തത് ഡിലേ ലൈൻ. ഡിലേ ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാണിച്ച ഫിഗറിൽ ഉണ്ടായിരുന്നു, ഇൻപുട്ട് വെർട്ടിക്കൽ ആംപ്ലിഫയറിലേക്ക് ഡയറക്റ്റ് പോവാണ്. പക്ഷേ ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിലേക്ക് എത്തുന്നതിന് മുൻപേ ട്രിഗർ സർക്യൂട്ട്, ടൈം ബേസ് ജനറേറ്റർ എന്നിട്ടുള്ള കമ്പോണൻസിലൂടെ ഒക്കെ വേണം പാസ് ചെയ്യാൻ. അപ്പം നമുക്ക് ഈ രണ്ട് ഡിഫ്ലക്ഷൻ പ്ലേറ്റിലും സൈമൾട്ടേനിയസ്ലി വേണം വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ. അപ്പം ഇതിന് ഒരു ഡിലേ സംഭവിക്കുക അല്ലെ, ഹൊറിസോണ്ടൽ പ്ലേറ്റിൽ വരുന്ന ഒരു സാധനത്തിന് ഒരു സിഗ്നലിന് ഡിലേ ഉണ്ട്. അപ്പം ആ ഡിലേ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിലേ ലൈൻ കൊടുക്കുന്നത്. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു ഡിലേ കൊടുത്തിട്ട് എത്തിക്കുന്നതിന്റെ കാരണം സൈമൾട്ടേനിയസ്ലി രണ്ട് ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്കും എന്തെത്തണം, സിഗ്നൽ എത്തണം. ഇനി അടുത്തത് ട്രിഗർ സർക്യൂട്ട്. ട്രിഗർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലിനും ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിലേക്ക് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്ന സിഗ്നലും തമ്മിൽ ഒരു സിങ്ക്രണൈസേഷന് വേണ്ടിയിട്ടാണ് ട്രിഗർ സർക്യൂട്ട് കൊടുക്കുന്നത്. അതിന് യൂസ് ചെയ്യുന്നത് ഷ്മിറ്റ് ട്രിഗർ ആണ്. ഓക്കെ, ഒരു സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അവിടെ. നെക്സ്റ്റ് ടൈം ബേസ് ജനറേറ്റർ. ടൈം ബേസ് ജനറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു സോ ടൂത്ത് വേവ് ജനറേറ്റർ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഒരു റാപ്പിഡ് ചേഞ്ച് ഉണ്ടാവാതെ ലീനിയർ വേരിയേഷൻസ് വിത്ത് ടൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോ ടൂത്ത് വേവ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വേണം നമുക്ക് കിട്ടാൻ. ആ പീരിയോഡിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ടൈം ബേസ് ജനറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ ഇതിനെ നമ്മൾ എന്താ ഹൊറിസോണ്ടൽ സ്വീപ്പ് ജനറേറ്റർ എന്നും പറയും. ഓക്കെ, ഇതിൽ സോ ടൂത്ത് വേവ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ. അതായത് നമുക്ക് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലേക്ക് ഈ പറയുന്ന പോലെ വരുന്ന സിഗ്നല് വീക്ക് ആണെങ്കിൽ നമ്മൾ അതിനെ ആംപ്ലിഫൈ ചെയ്ത് വേണം കൊടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് വേണ്ട മെഷർമെന്റ്സ് അല്ലെങ്കിൽ ബീം സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പം കറക്റ്റ് മെഷർമെന്റ്സ് കിട്ടണമെങ്കിൽ ഈ രണ്ട് ആംപ്ലിഫയറിലും നമ്മൾ ആംപ്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഡിഫ്ലക്ഷൻ സെക്ഷനിലോട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. മെയിൻ ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം, അതിലെ ഓരോ കമ്പോണൻസും അതിന്റെ ഫങ്ഷനിങ്ങും ഒക്കെയാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ CROയുടെ കൺട്രോൾസും മെഷർമെന്റ് മെത്തേഡ്സ്, ആപ്ലിക്കേഷൻ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ഇതെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും.